ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെറിയൊരു ട്രാവൽ വീഡിയോ ആണ്. കഴിഞ്ഞ ദിവസം ഞാനും എൻ്റെ കസിൻസും ഫ്രണ്ട്സും ഒക്കെ കൂടി ചെറിയൊരു ട്രിപ്പ് പോയി. വേറെ എവിടേക്കും അല്ല, നമ്മുടെ സ്വന്തം ഇല്ലിക്കക്കല്ലിനാണ് പോയത്. പാലായിൽ നിന്ന് ഈരാറ്റുപേട്ട പൂഞ്ഞാർ റോഡിൽ ഒരു 30 കിലോമീറ്ററാണ് ഇല്ലിക്കക്കല്ലിലേക്ക്. ഏകദേശം ഒരു 1 hour ഡ്രൈവ്. മിക്കവർക്കും ഇല്ലിക്കക്കല്ലിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അറിയായിരിക്കും. നിങ്ങളൊക്കെ അവിടെ പോയിട്ടുള്ളവരായിരിക്കും. എങ്കിലും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. സീ ലെവലിൽ നിന്നും 3400 അടി ഉയരത്തിലാണ് ഇല്ലിക്കൽ കല്ല്. ഇല്ലിക്കൽ മലയിലാണ് ഇല്ലിക്കൽ കല്ല് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ പകുതി ഭാഗം അടർന്നു താഴെ വീണു. ബാക്കി പകുതി ഭാഗമാണ് ഇപ്പോൾ ഉള്ളത്. ഇല്ലിക്കൽ മലയിൽ 3 മലകളുണ്ട്. മഷ്റൂം ഷേപ്പിലുള്ള കുടക്കല്ല്, കൂനിൻ്റെ ഷേപ്പിലുള്ള കൂനുകല്ല്, പിന്നെ ഇല്ലിക്കൽ കല്ല്. ഈ മലകളെ കൂട്ടിച്ചേർക്കുന്ന അരയടി വീതിയുള്ളൊരു പാലമാണ് നരകപാലം. നേരത്തെ അവിടേക്ക് കടക്കാൻ പറ്റുമായിരുന്നു, പക്ഷെ ഇപ്പോൾ അങ്ങോട്ട് കടത്തി വിടുന്നില്ല. ബാരിക്കേഡ്സ് ഒക്കെ വെച്ച് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഒരുപാട് അപകടങ്ങളൊക്കെ സംഭവിച്ചത് കൊണ്ട് തന്നെ ഇപ്പോൾ അങ്ങോട്ടേക്ക് അത് കടത്തി വിടാറില്ല. ഇതേ നമ്മളിവിടെ എത്തി. ഇവിടെ പാർക്കിങ്ങിനൊക്കെ നല്ല സൗകര്യമുണ്ട്. പിന്നെ ടിക്കറ്റ് എടുക്കണം. ഇവിടെ ഇങ്ങനൊരു ടിക്കറ്റ് കൗണ്ടറുണ്ട്. ഒരാൾക്ക് 15 രൂപയായിരുന്നു ടിക്കറ്റ് ചാർജ് പ്ലസ് പാർക്കിംഗ് ചാർജും. ഇനി ഇവിടുന്ന് മുകളിലേക്ക് നമ്മൾ നടക്കണം. ഞങ്ങളൊരു 3-3:30 ആകുമ്പം ഇവിടെ എത്താവുന്ന പോലെയായിരുന്നു പ്ലാൻ ചെയ്തത്. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഫേവറബിൾ ആയിട്ടുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഒരു 3:30 ശേഷം ഇവിടെ എത്തുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു ടൈം. ഉച്ചയ്ക്ക് മുമ്പൊക്കെ പോയാൽ ഭയങ്കര വെയിലായിരിക്കും. കുറച്ചധികം ദൂരം തന്നെയുണ്ട് മുകളിലേക്ക് നടക്കാനായിട്ട്. നല്ലതായിട്ടും എടുക്കും. അപ്പോൾ വെയിലും കൂടെ ആണെങ്കിൽ പിന്നെ പറയണ്ട. അതുകൊണ്ട് വൈകിട്ട് വരാനായിട്ട് കൂടുതലും ട്രൈ ചെയ്യാം. അതുപോലെ തന്നെ വെള്ളമൊന്നും കിട്ടാനായിട്ടുള്ള ഒരു സൗകര്യവും ഇല്ല. ഇപ്പോൾ രാവിലെയൊക്കെ വരുന്നവരാണെങ്കിൽ പ്രത്യേകിച്ചും വെള്ളമൊക്കെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അവസാനം ഇങ്ങനെ കുത്തനെയുള്ളൊരു കയറ്റമാണ്. കുറച്ച് കഷ്ടപ്പെട്ട് തന്നെ കയറണം. ഈ ഒരു കയറ്റം കയറി മുകളിൽ എത്തുമ്പോഴാണ് നമ്മുടെ ഇല്ലിക്കൽ കല്ല് കാണാൻ പറ്റുന്നത്. ഞങ്ങളിതേ തിരിച്ചു പോവുകയാണ്. ഞങ്ങൾ ടോട്ടൽ ഒരു 2-2.5 മണിക്കൂറാണ് ഇവിടെ സ്പെൻഡ് ചെയ്തത്. കോവിഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അധികം നേരമൊന്നും നിന്നില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചു പോവുകയാണ്.
അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇവിടെ വന്നൊന്ന് വിസിറ്റ് ചെയ്യുക. സാധിക്കുന്നവരൊക്കെ വന്ന് നോക്കുക. നല്ല അടിപൊളി വ്യൂ ആണ്. പിന്നെ കുറച്ച് നടക്കാനുണ്ട്, നമ്മൾ കുറച്ച് മടുക്കും. എന്നാലും ഞാൻ പറഞ്ഞ പോലെ വൈകിട്ട് വരാൻ ശ്രമിക്കുവാണെങ്കിൽ നല്ല ക്ലൈമറ്റാണ്, അടിപൊളിയാണ്. മഞ്ഞൊക്കെ വന്നു തുടങ്ങുമ്പം നല്ല രസമാണ്. ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയാലും ഫാമിലിയുടെ കൂടെ ആയാലും ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലേസാണ്. അപ്പോൾ സാധിക്കുന്നവരൊക്കെ വന്ന് നോക്കുക. പിന്നെ ഈ വീഡിയോ ഞാൻ പ്ലാൻ ചെയ്തെടുത്തൊന്നല്ല, ഒരുപാട് ലിമിറ്റേഷൻസിൽ നിന്നാണ് എടുത്തത്. അതിൻ്റെ കുറവുകളൊക്കെ ഉണ്ടെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ ഭംഗി നിങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് എത്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല. എങ്കിലും ഇനി മുന്നോട്ടുള്ള വീഡിയോസിൽ ഇതൊക്കെ പരിഹരിക്കാനായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അണ്ടിൽ ദെൻ ബൈ.